The Psalm of David describes the kind of person who can commune with God. ദൈവത്തോട് സമ്പർക്കം പുലർത്തുവാൻ കഴിയുന്ന വ്യക്തി എപ്രകാരമുള്ള വ്യക്തിയാണ് എന്ന് ദൈവത്തിന്റെ ആത്മാവിനാൽ ദാവീദ് എഴുതി. And who can dwell in the presence of God and worship God. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ വസിക്കുവാൻ കഴിയുന്നവർ, അഥവാ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നവർ എപ്രകാരമുള്ള വ്യക്തിയായിരിക്കണമെന്ന് 15-ാം സങ്കീർത്തനം പറയും. 5 വാക്യങ്ങളുള്ള ചെറിയൊരു സങ്കീർത്തനം. നമ്മൾ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് 3-ാം വാക്യത്തിൽ മാത്രമാണ്. ഈ സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ കൂടാരം, അതായത് ദൈവ സാന്നിധ്യം, പത്രോസ് പറഞ്ഞതുപോലെ 3 കൂടാരങ്ങൾ ഞാൻ ഉണ്ടാക്കി. ദൈവത്തിന്റെ കൂടാരത്തിൽ പാർക്കുവാൻ, അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ വസിക്കുവാൻ ആർക്ക് കഴിയുമെന്ന് ദൈവം തന്നെ ഒരു ചോദ്യം ഉന്നയിക്കുകയും അതിനുള്ള ഉത്തരം ദൈവം തന്നെ നൽകിക്കൊണ്ട് several characteristics of such a person, അപ്രകാരം ചെയ്യാൻ കഴിയുന്ന, അപ്രകാരം ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന വ്യക്തിയുടെ സ്വഭാവങ്ങളെ കുറിച്ച് പറയുമ്പോൾ verse 3, നാവ് കൊണ്ട് കുരള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നത്. മറ്റൊരു ട്രാൻസ്ലേഷനിൽ പറയുന്നത് പരദൂഷണം പറയുകയോ സ്നേഹിതരെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവർ. പരദൂഷണം, അതിന്റെ കൂടെയുള്ളവരാണ് ബാക്ക് ബൈറ്റിംഗ്, സ്പീക്കിംഗ് ഈവിൾ ഓഫ് അതേഴ്സ്, മറ്റുള്ളവരെ കുറിച്ച് മോശമായി സംസാരിക്കുക. നാം ഇതെല്ലാം വളരെ ലാഘവത്തോടെ, ലൈറ്റിലിയാണ്, ഇതൊന്നും വലിയ സാരമുള്ള കാര്യമല്ല എന്ന നിലയിൽ എടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായിട്ട് ദൈവം വെളിപ്പെടുത്തുന്നു, these things affect our relationship with God. ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തെ ഈ സ്വഭാവങ്ങൾ, ഈ അവസ്ഥകൾ സാരമായി തന്നെ ബാധിക്കും. That hinder our communion and worship of God and our experience of His presence. ദൈവ സാന്നിധ്യം, ദൈവത്തോടുള്ള കൂട്ടായ്മ, ദൈവത്തോടുള്ള ആ ഒരു ബന്ധം, ആരാധന, ഇതിനെല്ലാം വളരെ സാരമായി തന്നെ ബാധിക്കുന്നതാണ് ഈ സ്വഭാവങ്ങൾ എന്ന് വചനം പറയുന്നു. So what was peace? എന്താണ് വാസ്തവത്തിൽ ഈ പരദൂഷണം, ഗോസിപ്പ് എന്ന് പറഞ്ഞാൽ? ഡിക്ഷണറി പറയുന്നത് casual or unconstrained conversation or reports about other people. ലാഘവത്തോടെ, നിയന്ത്രണമില്ലാത്ത വിധത്തിൽ മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുക. Details which are not confirmed as true. നാം സംസാരിക്കുന്ന വിശദാംശങ്ങൾ സത്യമാണെന്ന് നിശ്ചയമില്ലാത്തത്. Gossip is an idle talk. പരദൂഷണം ഒരു വിടുവായുത്തമാണ്, ജൽപ്പനമാണ്, for rumor, especially about personal or private affairs of other people. ചില വ്യക്തികളുടെ വ്യക്തിപരമായ, പേഴ്സണലായ, പ്രൈവറ്റായ അഫയേഴ്സിനെ കുറിച്ചാണ് കാര്യങ്ങൾ. അഫയേഴ്സ് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള കുറവുകളെ കുറിച്ചാണ് നാം ഈ പറയുന്നത്. It is spreading of misinformation about people. വ്യക്തികളെ കുറിച്ചുള്ള തെറ്റായ വിവരണങ്ങൾ കൈമാറും. ഇത് ശരിക്ക് പരദൂഷണം ഇവിടെ 3 സ്വഭാവങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. നാവ് കൊണ്ട് കുരള പറയാതെയും തന്റെ കൂട്ടുകാരുടെ ദോഷം ചെയ്യാതെയും കൂട്ടുകാരുടെ അപമാനം വരുത്താതെയും. ഇപ്പോൾ എന്തെങ്കിലും വിഷയം ഉണ്ടായിട്ടല്ല ഇത് പഠിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ യോസഫിനെ കുറിച്ച് ചെറിയൊരു പുസ്തകം വായിച്ചു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിച്ചു. അപ്പൊ ഞാൻ മനസ്സിലാക്കി, നമ്മളെല്ലാവരും പറയുന്നു ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു, ദൈവസന്നിധിയിൽ ഞാൻ ഇതിന്റെ ശുശ്രൂഷകൾ നിർവഹിക്കുന്നു. പക്ഷെ നമ്മൾ പലപ്പോഴും നിസ്സാരമായി ലാഘവത്തോടെ ചെയ്യുന്ന, കണ്ടുവരുന്ന ഈ ഒരു അവസ്ഥ വാസ്തവത്തിൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ തന്നെയാണ്
തകർത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ദൈവത്തെ ആരാധിച്ചുവെന്ന് ഒരു വശത്ത് ഞാൻ ചിന്തിക്കുന്നു. അതേ സമയത്ത് ഞാൻ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മേഖല നിമിത്തം സാത്താൻ എന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇത് നമ്മളൊന്ന് പരിചയപ്പെടണം. ഒരുപക്ഷെ നിങ്ങളിൽ ഈ സ്വഭാവങ്ങൾ ഉണ്ടായെന്ന് വരില്ല, ചിലപ്പോൾ ഉണ്ടാകാം, ചിലപ്പോൾ ഇതാണെന്ന് അറിയാതെ ആയിരിക്കാം. ഇതിൽ നമുക്ക് വചനപ്രകാരം ദൈവം ഇത്ര വ്യക്തമായി പറയുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൂടാരത്തിൽ വസിക്കാനും അവന്റെ പർവ്വതത്തിൽ കയറാനും കഴിയാത്ത ഈ അവസ്ഥയെ നാം ഒന്ന് അറിയുന്നതാണ്. അപ്പൊ ഇവിടെ പറയുന്ന ഗോസിപ്പ് എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ പലതുണ്ട്. ഒന്ന് ബാക്ക് ബൈറ്റിംഗ്, വേർഡ്സ് കണക്റ്റഡ് ടു ഗോസിപ്പ്. ഒന്ന് ബാക്ക് ബൈറ്റിംഗ്, അതായത് ഏഷ്യ പറയും. നമ്മൾ സംസാരിക്കുന്ന ആൾ നമ്മുടെ അടുത്തില്ല, the person is not there. പക്ഷെ നമ്മൾ ആ വ്യക്തിയെ കുറിച്ച്, വ്യക്തിയുടെ വ്യക്തിത്വത്തെ കുറിച്ച്, റെപ്യൂട്ടേഷനെ കുറിച്ച് വളരെ അപമാനകരമായി സംസാരിക്കും. ആ വ്യക്തിയുടെ ഉണ്ടായിരുന്നെങ്കിൽ വ്യക്തിക്ക് ഡിപെൻഡ് ചെയ്യാം, അതിന് മറുപടി പറയാം. ആ വ്യക്തി ഇവിടെ ഇല്ല. വ്യക്തി ഇവിടെ ഇല്ലാതിരിക്കുമ്പോൾ ആ വ്യക്തിയെ കുറിച്ച് സംസാരിക്കുക. ശരിക്കും ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം ശ്രദ്ധിച്ചു നോക്കാം. ബാക്ക് ബൈറ്റ്, പുറകിൽ കഴിക്കുക. ഒരു ദൈവ പൈതലിൽ ഇതുണ്ടാവില്ല. ഇതിനോട് ചേർന്നതാണ് ബാക്ക് സ്റ്റാബിംഗ്, പിന്നിൽ നിന്ന് കുത്തുക. നമ്മൾ പറയും ഞാൻ ആ വ്യക്തിയുമായിട്ട് വലിയ സൗഹൃദത്തിലാണ്, ഞാൻ വിനോദ സഹോദരനുമായി വലിയ സൗഹൃദത്തിലാണ്, ഈസ് മൈ ഫ്രണ്ട്. പക്ഷെ ആ വ്യക്തി കൊണ്ട് ഇറങ്ങി കഴിയുമ്പോ പിറകിൽ നിന്ന് ഞാൻ കുത്തും, വാക്കുകൾ കൊണ്ട്. ബാക്ക് സ്റ്റാബിംഗ്. മറ്റൊന്ന് സ്ലാൻഡ്, അപവാദം, അപഖ്യാതി, അപകീർത്തിപരമായ പ്രസ്താവന. അതായത് ഒരു വ്യക്തിയെ കുറിച്ച് വളരെ മോശമായ തരത്തിൽ ഞാൻ സ്റ്റേറ്റ്മെന്റുകൾ നടത്തുക. ലാസ്റ്റ് ആ വിഭാഗത്തിൽ പെടുന്നത് ടാക്റ്റിറ്റിംഗ്, അതായത് വളച്ചു കെട്ടി പറയുക. ദുഷ്ടനാക്കോടെ അവിശുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു വരുത്തുക. ഉദാഹരണത്തിന് ഒരാൾ ചെയ്ത തെറ്റ് അയാൾ അതോറിറ്റിയെ പോയി റിപ്പോർട്ട് ചെയ്യുക. റിപ്പോർട്ട് ചെയ്തതിന്റെ ഉദ്ദേശം പ്രശ്നം സോൾവ് ചെയ്യാനല്ല, ആ തെറ്റ് സംഭവിച്ച വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുന്നത്. ഇതെല്ലാം ചേരുന്നതാണ് ഈ മൂന്ന് വാക്യം. പഴയ നിയമത്തിൽ when God instructing about the community life of his people, ദൈവം ഒരു ദൈവ പൈതലിനെ ഒറ്റയ്ക്ക് ഒരിടത്ത് ഒരു മുറിയില് ഒരു മലയുടെ മുകളിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ വേണ്ടി ഒന്ന് ദൈവം ഭൂമിയിൽ ഒരാളെ വിളിച്ചിട്ടില്ല. ദൈവം വിളിച്ചിട്ടുള്ളവരെല്ലാവരും ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അത് സഭയും വിശ്വാസികളുടെ സമൂഹമാണ്. അതുകൊണ്ട് ആ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ അനേകം ആൾക്കാരുമായിട്ട് ഇടകലർന്ന് സഹവർത്തിത്വത്തിൽ ജീവിക്കേണ്ട ദൈവമക്കളോട് ദൈവം വ്യക്തമായി തന്നെ പറയും. പുറപ്പാട് 23:1, എക്സോഡസ് 23:1 പറയും, വ്യാജ വാർത്ത പ്രചരിപ്പിക്കുക, കള്ളസാക്ഷ്യം നൽകി കുറ്റക്കാരന് കൂട്ടുനിൽക്കുക. Do not spread misinformation. ലേവ്യാപുസ്തകം 19:16 അവിടെ പറയുന്നത്, നിന്റെ ജനത്തിന്റെ ഇടയിൽ ഏഷണി പറഞ്ഞ് നടക്കരുത്. നിന്റെ ജനത്തിന്റെ ഇടയിൽ ഇല്ലാത്ത, പകുതി കേട്ട, പൂർണ്ണമായി അറിയാത്തൊരു കാര്യം പറഞ്ഞുകൊണ്ട് ദൈവവേദനെ നീ ഒരിക്കലുമാണ്. ചില വ്യക്തികളെ സംബന്ധിച്ച് അരമണിക്കൂർ, 1 മണിക്കൂർ എങ്കിൽ നിന്നോ കേട്ട ഏതെങ്കിലും കാര്യത്തെ കുറിച്ച് 1 മണിക്കൂർ സംസാരിച്ചു കഴിയുമ്പോ ഒരു 1.5 മട്ടൻ ബിരിയാണി തിന്ന തൃപ്തിയാണ്. They feel they are full. They taste like anything. വല്ല ഒച്ചത്തിൽ നമ്മളൊരു കാര്യം പറഞ്ഞ് പഠിപ്പിക്കാൻ പോലും കേൾക്കാത്ത മനുഷ്യർ വളരെ പതുക്കെ വേറൊരാളെ കുറിച്ച് ഏഷണി പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. ദൈവം ഇങ്ങനെ പറയുന്നു. സദൃശവാക്യം 18:8 ചില ആരെങ്കിലും ഒരാൾ സദൃശവാക്യം തുറന്നു വയ്ക്കുക. അനേക വേദഭാഗങ്ങൾ നമ്മൾ അതിൽ നിന്ന് പെട്ടെന്ന് പരിചയപ്പെടാനുണ്ട്. നമ്മൾ അടുത്തൊരാഴ്ചത്തേക്ക് നീക്കാൻ പറ്റില്ല. സദൃശവാക്യം 18:8 പറയും, ഏഷണിക്കാരന്റെ വാക്ക് ഭോജനം പോലെയാണ്. ഇപ്പൊ ഞാൻ ഗോളപതിനെ കുറിച്ച് വിനോദിന്റെ അടുത്ത് പോയി എന്ന് പറയുമ്പോ ഉദാഹരണത്തിന് പറയുകയാണ്. വിനോദിന് വലിയ ഒരു 1.5 മട്ടൺ ബിരിയാണി തിന്നുന്ന രസത്തോടെയാണ് ഗോളപതിനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വാദ്
ദൈവം ഇത് വെറും ലൈറ്റ് ഹാർട്ടഡ് ടോക്ക് അല്ല. നീ വിചാരിക്കുന്ന പോലെ ഇത് പറയുകയും കേൾക്കുകയും ചെയ്തതോടുകൂടി വിഷയം തീർന്നില്ല. ദൈവം അതെത്തിയും വയറിന്റെ ആഴങ്ങളിലേക്ക് നീ അറിയാതെ നിന്റെ പല മേഖലകളെ അത് മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. This talk, the person talking and the person who listens, രണ്ടു പേർക്കും പ്രശ്നം. രണ്ടുപേർക്ക് പെട്ടെന്ന് മാറിയില്ല. അത് തന്നെ 26-ാം അധ്യായം സദൃശവാക്യത്തിൽ 22-ൽ കാണും. വായിക്കേണ്ട ഇതേ കാര്യം തന്നെയാണ്. സോതുള്ള അപ്പകഷ്ണം പോലെയാണ്, നല്ല തേനൊക്കെ ചേർത്തുണ്ടാക്കിയ അപ്പത്തിന്റെ കഷ്ണം തിന്നുന്നത് പോലെയാണ് ഈ പരദൂഷണം കേൾക്കുന്നത്. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയരുതെന്നല്ല, നിങ്ങൾക്ക് എന്നെ കുറിച്ച് പറയാം, ധൈര്യമായി പറയാം. നിങ്ങൾ വീട്ടിലിരുന്നോ, നിങ്ങൾ കൂട്ടുകാരോടോ സഹോദരനോടോ പറയാം. പക്ഷെ പറയുമ്പോൾ, പറഞ്ഞു തീർന്നു കഴിയുമ്പോൾ ആരോടാണ് പറയുന്ന ആ വ്യക്തിയുടെ മനസ്സിൽ എന്നെ കുറിച്ച് മോശമായ ഒരു ചിത്രം വരരുത്. ഞാൻ അപകീർത്തിപ്പെടുന്ന, അപമാനിക്കപ്പെടുന്ന, വ്യക്തിത്വം ഹരിക്കപ്പെടുന്ന, ഡിലീറ്റ് ചെയ്യപ്പെടുന്ന ഒരു ചിത്രമാകരുത് നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ ആ വ്യക്തിയിൽ വരേണ്ടത്. Talk about my strength, my weakness, or even my failures. അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയം കൈകാര്യം ചെയ്തതിൽ അഭാവത്തെ കുറിച്ച് പറയാം, സംസാരിക്കും. പക്ഷെ സംസാരിച്ച് കഴിയുമ്പോൾ കേട്ട വ്യക്തി എന്നെ കുറിച്ച് ബഹുമാനിക്കുന്ന ആ സ്ഥാനത്ത് നിന്ന് ഒരു അടി പോലും താഴരുത്, എന്നോടുള്ള ആ ഒരു സ്നേഹത്തിൽ നിന്ന് ഒരു അടി പോലും കുറയരുത്. അങ്ങനെ പറയാൻ പറ്റുമോ? ഒരു വ്യക്തിയെ അപമാനിക്കാതെ ആ വ്യക്തിയുടെ കുറവ് കൈകാര്യം ചെയ്യും. അങ്ങനെ കൈകാര്യം ചെയ്യണമെങ്കിൽ വിഷയം പരിഹരിക്കാൻ ആഗ്രഹമുള്ളവരായിരിക്കും. നമ്മളൊരു പ്രശ്നം കൈകാര്യം ചെയ്യുമ്പോൾ, പ്രൊഫഷണൽ ഇവാലുവേഷൻ നടത്തുമ്പോൾ, പാപം ചെയ്തവരെ കൈകാര്യം ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളവരെ കുറിച്ച്. പക്ഷെ നമ്മൾ സംസാരിക്കുന്ന വ്യക്തിയെ നാം അപമാനിക്കരുത്. അതായത് വിരോധം കൊണ്ടെന്ന പോലെയോ ദ്രോഹബുദ്ധിയാലോ സംസാരിക്കരുത്. നോൺ മലീഷ്യസ് മാനർ ആയിരിക്കണം, വിതൗട്ട് ഡിമീനിങ്, വിതൗട്ട് ഹാർമിങ് ദ പേഴ്സൺ. കാരണം അതിന് വ്യക്തമാണ്, മത്തായി 18 വ്യക്തമായി പറയും, ഒരു സഹോദരൻ നിന്നോട് വിളിച്ചാൽ എന്താ പറയുന്നത്? നീ പോയി അടുത്ത വീട്ടിൽ പോയി പറയാനല്ല, ആ സഹോദരനോട് നേരിട്ട് യു ഗോ അലോൺ, ടോക്ക് ടു ദ പേഴ്സൺ ഫേസ് ടു ഫേസ്. ഇത് ദൈവവചനത്തിന്റെ നിയമം. അല്ലെങ്കിൽ ഗലാത്യലേഖനം 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പറയുന്നത്, ഗലാത്യലേഖനം 6 നമ്മള് ദൈവത്തെ ആരാധിക്കുന്നു, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ദൈവമേ എന്ന് വിളിച്ച് ആ കൂട്ടായ്മ അനുഭവിക്കുന്നു. അവന്റെ മുമ്പിൽ നമ്മൾ കവണ്ണു വീണ ആത്മീയമായ ഹൃദയം കൊണ്ട് ആ പാദത്തെ ചുംബിക്കുന്നു. നമ്മുടെ ഹൃദയം എന്താണ് എന്റെ ഹൃദയം? ഗലാത്യലേഖനം 6-ന്റെ 1 പറയുന്നു, സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയി, സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തും. അങ്ങനെയുള്ളവനെ with the heart of mercy, compassion towards the wrongdoer, expose the wrong for the greater good of others. മറ്റുള്ളവരെ ബന്ധപ്പെടാതിരിക്കുവാൻ, സഭയുടെ ആത്മീയ വർദ്ധനവിന് നീ പാപം ചെയ്ത മനുഷ്യനെ ഇടപെടണം. പക്ഷേ ഹൃദയത്തിൽ ആർദ്രതയും മനസ്സിലും വേണം. ആ വ്യക്തിയെ ദ്രോഹിക്കുവാൻ വേണ്ടിയല്ല നീ ഇടപെടേണ്ടത്. അതിന് സ്പിരിച്വൽ ആയിട്ടുള്ളവർ മാത്രമേ ആ ഇഷ്യൂ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. എല്ലാവരും കയറി കൈകാര്യം ചെയ്യും. സഹോദരന്മാരെ എന്ന് വിളിച്ചിട്ട് അതിൽ തന്നെ വേറൊരു സെക്ഷൻ എടുക്കും, ആത്മീയരായിട്ടുള്ളൂ. If you feel that you are spiritual, if you can see the value of the soul, ഒരു ആത്മാവിന്റെ വില അറിയാവുന്ന വ്യക്തിയെങ്കിൽ ഹൃദയത്തിൽ കരുണയോടെ, കമ്പാഷനോടെ go to the person, confront the person. പക്ഷെ അതിന്റെ പ്രിമൈസ് ഇതായിരിക്കണം, അണ്ടർലൈൻ പ്രിമൈസ്. ഇതെല്ലാം ചെയ്യുമ്പോൾ അടിസ്ഥാനമായിട്ടുണ്ടായിരിക്കേണ്ടത് എഫേസ്യർ 4:10 15 സ്നേഹത്തിൽ സത്യം കേൾക്കുന്ന വ്യക്തിക്ക് തോന്നണം, ദിസ് പേഴ്സൺ റിയലി നോസ്. എന്നോട് വന്ന് എന്റെ പുറത്ത് സംസാരിച്ച ഈ വ്യക്തി he knows എന്നെ സ്നേഹിക്കും. അങ്ങനെ പറയുമ്പോൾ വ്യക്തി കേൾക്കും. There are some common situations where gossip happens.
ഈ പരദൂഷണം സാധാരണ സംഭവിക്കുന്ന സാഹചര്യം പെട്ടെന്ന് പറയാം, അല്ലെ അതിന്റെ പശ്ചാത്തലം പെട്ടെന്ന് പറയാം. റോമലേഖനം 10:15 ഞാൻ തന്നെ വായിക്കുകയാണ്, സമയം നമുക്ക് ശ്രദ്ധിക്കാനായിട്ട്, സമയം സൂക്ഷിക്കാൻ വേണ്ടി. റോമലേഖനം 10:15 പറയും, സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കണം, കരയുന്നവരുടെ കൂടെ കരയണം. അതിന്റെ സ്പിരിച്വൽ പ്രിൻസിപ്പിൾ ആണ് 1 കൊരിന്ത്യർ 12:26 പറയും. കാരണം ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ സകല അവയവവും കഷ്ടം അനുഭവിക്കും. ഒരു അവയവം സന്തോഷിക്കുന്നുണ്ട്, ആ വ്യക്തിക്ക് അനുഗ്രഹം കിട്ടി, സ്ഥാനക്കയറ്റം കിട്ടി, ജോലിക്കയറ്റം കിട്ടി, മറ്റൊരു നേട്ടം ഉണ്ടായി, ആ ശരീര ദൈവമക്കളായ എല്ലാവരും അതോടൊപ്പം സന്തോഷിക്കണം. സോ എനി കമ്മ്യൂണിറ്റി there will and has to be sharing of information. അപ്പോൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ, ആത്മീയ സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ പരസ്പരം വിവരങ്ങൾ കൈമാറുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വിവരങ്ങൾ കൈമാറുന്നു. ഓ, ഞാൻ ഇന്ന് വരില്ല, എനിക്കൊരു മകനുണ്ടായി, എനിക്ക് കുഞ്ഞുണ്ടായി, ഞാൻ യാത്ര ചെയ്യുന്നു, എനിക്ക് ഇന്റർവ്യൂ പോകണം, എനിക്ക് ജോലി കയറ്റം കിട്ടി, എനിക്ക് സ്ഥാനക്കയറ്റം കിട്ടി. ഈ പാസ് ഓൺ ഇൻഫർമേഷൻ ദൈവം വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷെ കരയുന്നവരുടെ കൂടെ കരയണമെങ്കിൽ, സന്തോഷിക്കുന്നവരെ സന്തോഷിക്കണമെങ്കിൽ we need to get to know what is happening, the good or bad in each other's lives. അപ്പൊ ആ സഹോദരന്റെ ജീവിതത്തില് സംഭവിക്കുന്നതിനെ കുറിച്ച് ഞാൻ അറിയണം. I need to know the thing that is happening there. എന്ത് സംഭവിക്കുന്നു? നമുക്ക് സന്തോഷിക്കണമെങ്കിൽ, കരയണമെങ്കിൽ, കഷ്ടം അനുഭവിക്കണമെങ്കിൽ, ബഹുമാനിക്കണമെങ്കിൽ, ഒരുമിച്ച് ജീവിതയാത്ര തുടരണമെങ്കിൽ we share life together. Underline ചെയ്തിട്ടുണ്ട്, we share life together. കുടുംബബന്ധത്തില് ദൈവമക്കളായി നമ്മൾ ഒരുമിച്ച് ക്രിസ്തുവിനുള്ള ആത്മീയ ചൈതന്യം, ക്രിസ്തുവിന്റെ ശരീരത്തിന് അവയവം വിഭാവനം ചെയ്താൽ മതി. ക്രിസ്തുവിനുള്ള ലൈഫ് നമ്മൾ ഒരുമിച്ച് ഷെയർ ചെയ്യുകയാണ്. We share the Christian life, the life of Christ together. പക്ഷെ നമ്മളിങ്ങനെ പരസ്പരം ഇതിനെ കൈമാറുമ്പോൾ അത് ഓണറബിൾ മാനറിലായിരിക്കണം, വളരെ മാനത്തോടുകൂടി, വളരെ പരിശുദ്ധമായ, ഉന്നതമായ, ബഹുമാനാർഹമായിട്ടുള്ള നിലയിലായിരിക്കണം പരസ്പരം കൈകാര്യം ചെയ്യുന്നത്. അവിടെ ഏഷണിയോ പരദൂഷണമോ ബാക്ക് ബൈറ്റിങ്ങോ ബാക്ക് സ്റ്റാബിങ്ങോ ചെയിൻ ബിയറിങ്ങോ ഒരിക്കലും ഉണ്ടാകരുത്. അതുകൊണ്ട് പലപ്പോഴും പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും വിഷമങ്ങൾ, പ്രയാസങ്ങൾ, യാത്രകൾ എവിടെ ഇല്ലെങ്കിൽ ദൈവ സഭയൊന്ന് വിളിച്ചറിയിക്കണം. നമ്മൾ ഒരുമിച്ച് ആ ജീവൻ പങ്കിടുന്നവരാണ്. പുതിയ നോക്കുമ്പോൾ ഈ ഒരു ദൈവത്തിന്റെ ശാസന യേശുവിനെ കുറിച്ച്, വിടുവായത്തെ കുറിച്ച് പ്രാദേശിക സഭകളോട് സംസാരിച്ചിരിക്കുന്നതാണ്. 1 തിമോത്തിയോസ് 5:13, 1 Timothy 5:13, 1 Timothy 5:13. Interestingly, we find in several epistles the issue of gossip and talk addressed in relation to local church communities. പ്രാദേശിക സഭയുടെ പശ്ചാത്തലത്തില് ദൈവം സംസാരിക്കുന്നതാണ്. 1 തിമോത്തിയോസ് 5:13 പറയുന്നു, വീട് തോറും നടന്ന് മിനക്കെടുവാനും ശീലിക്കും. മിനക്കെടുക മാത്രമല്ല, വായാടികളും പരകാര്യത്തിൽ ഇടപെടുന്നവരുമായി അരുതാത്തത് സംസാരിക്കും. ഒരു ദൈവ പൈതലിനെയും വേറൊരു ദൈവ പൈതലിന്റെ കർത്താവ് രക്തം കൊടുത്ത് വാങ്ങിച്ച വേറൊരാളുടെ ജീവിതത്തെ കുറിച്ച് സംസാരിക്കാൻ അവകാശം. You don't have authority to talk about anything personally about another person. അത് ലിമിറ്റുണ്ട്. അതിനപ്പുറം സംസാരിക്കാൻ അവകാശമില്ല, ദൈവം വെച്ചിട്ടില്ല അവകാശം. കർത്താവിന്റെ മറ്റൊരു ദാസനെ വിധിപ്പാൻ നീയാ. ദൈവം ഒരിക്കലും അവകാശം തന്നിട്ടില്ല. 2 തെസ്സലോനിക്കർ 3:11-12. ഇതെങ്ങനെ സംഭവിക്കും ചോദിച്ചാൽ ചിലർക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമില്ല, യാതൊരു ജോലിയും ചെയ്യാൻ താല്പര്യമില്ല. ആ സമയം കൊണ്ട് 2 ട്രാക്ടർ കൊടുക്കും. ആ സമയം കൊണ്ട് കരൂർ ജംഗ്ഷനിൽ ചെന്ന് ആരെങ്കിലും 2 പേരോട് സുവിശേഷം പറയാം. തൃപ്പൂണിത്തുറ ജംഗ്ഷനില്, പേട്ട ജംഗ്ഷനില്, ഏറ്റുമാനൂര് അല്ലെങ്കിൽ ആലുവയില് ആ ജംഗ്ഷനിൽ പോയി ആ പാലത്തിന്റെ അടുത്ത് നിന്ന് അവിടെ ബ്ലോക്കി കിടക്കുന്ന കാറുകളുടെ അടുത്തേക്ക് ആ ട്രാക്ടർ കൊണ്ടുപോയി കൊടുക്കും. തെസ്സലോനിക്ക ലേഖനത്തിൽ ക്ലിയറായിട്ട് പറയും, 2 തെസ്സലോനിക്കർ 3:11-12, നിങ്ങളിൽ ചിലർ ഒട്ടും വേല ചെയ്യാതെ അവിടെയാണ് ഒരു വേലയും ചെയ്യാനില്ലാത്തതുകൊണ്ടാണ് പരകാര്യം. സ്വന്തം കുടുംബത്തിൽ കിടക്കുന്ന ചവർ കൂട്ടി വാരിക്കൂട്ടി കത്തിച്ചിട്ടില്ലെങ്കിൽ മറ്റുള്ളവരുടെ വീടുകളൊക്കെ വൃത്തിയാക്കാൻ നടക്കുകയാണ്.
ചിലർ എന്ത് ചെയ്യുന്നു? ഒട്ടും വേല ചെയ്യാതെ പല കാര്യം നോക്കി നടക്കുന്നുവെന്ന് കേൾക്കുന്നു. ഞാൻ എന്തെങ്കിലും വിഷയമുണ്ടായിട്ട് പറയുന്നതാണ്. ക്രമം കെട്ട് നടക്കുന്നു. അവിടെ പറയുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ളവരോട് സാവധാനത്തോടെ വേല ചെയ്ത് കഴിക്കണമെന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ ഞങ്ങൾ ആജ്ഞാപിച്ചു പ്രബോധിപ്പിക്കുന്നു. യേശുക്രിസ്തുവിൽ കമാൻഡ് ചെയ്യും. You don't worry about other person. You worry about your heart. എന്റെ ഹൃദയത്തിലെ മാലിന്യം എന്താണെന്ന് തിരിച്ചറിയും. People make mistakes. മനുഷ്യർക്ക് തെറ്റ് സംഭവിക്കും. Conflicts will arise. വഴക്കും വക്കാണവും പകയും പിണക്കവും ഉണ്ടാകും. രണ്ടുപേരുള്ളിടത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. Because someone somewhere made a mistake, may have done something wrong or handled the matter improperly. ആരെങ്കിലും എവിടെയെങ്കിലും ഒരിടത്തിൽ തെറ്റും സംഭവിച്ചിരിക്കാം, തെറ്റ് ചെയ്തിരിക്കാം, ഒരു വിഷയം തെറ്റായി കൈകാര്യം ചെയ്തിരിക്കാം. എന്താ സാധാരണ സംഭവിക്കുന്നത്? മുറിവേറ്റ വ്യക്തി ഇപ്പൊ എന്നോട് വിനോദ സഹോദരൻ തെറ്റ് ചെയ്തു, ഞാൻ മുറിവേറ്റു. ഞാൻ ഉടൻ ഡിക്സന്റെ വീട്ടിലേക്ക് പോകും. ഡിക്സന്റെ വീട്ടിലേക്ക് പോയിട്ട് വിനോദ സഹോദരൻ എന്നോട് ചെയ്തതിനെ കുറിച്ച് ഞാൻ എന്ത് ചെയ്യും? അവിടെ പോയി സംസാരിക്കും. തിരിച്ചു വരുന്ന വഴി ഞാൻ ഏലൂരിൽ ചെന്ന് ഡെയ്സി സഹോദരൻ വീട്ടിൽ കയറും. അവിടെ പോയി സംസാരിക്കും. ഇവിടെ എന്താ ചെയ്തത്? ഈ വിനോദ് എന്ന സഹോദരനെ ഞാൻ മറ്റുള്ള മുമ്പിൽ എന്ത് ചെയ്യുകയാണ്? അപമാനിച്ചു കൊണ്ടിരിക്കുന്നു, ഡീഫെയിം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ വ്യക്തിയുടെ ക്യാരക്ടർ മിസ്റ്റേക്ക് എല്ലാവർക്കും സംഭവിക്കും. കാര്യങ്ങൾ ഇടപെടുന്നതിന് തെറ്റും. പക്ഷെ ഞാൻ ചെയ്തത് എന്താണ്? ഞാൻ ഓടി നടന്ന് ഈ വ്യക്തിയെ കുറിച്ച് അനേകരിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുകയാണ്. അതുകൊണ്ട് എന്താ ഉണ്ടാകുന്നത്? ഡിക്സൺ സഹോദരനും ഡെയ്സി സഹോദരനും പിന്നെ വിനോദ് സഹോദരനെ കാണുമ്പോൾ മുഖം തിരിയും. അവിടെ ഒരു വിള്ളലുണ്ടാകും. കൂട്ടായ്മയ്ക്ക് ഒരു കൈ കൊടുക്കും, കൈ കൊടുക്കുന്നതിന് ഹൃദയം കൊടുക്കില്ല. ഒരു സ്ട്രൈഫും ഡിവിഷന്റെയും വിത്ത് ഞാൻ തന്നെ വിതയ്ക്കും. വാസ്തവത്തിൽ ആ വിഷയം ഞാൻ സോൾവ് ചെയ്യുകയായിരുന്നു വേണ്ടത്. കാരണം മത്തായി 18:15 പറയുന്നത്, ഒരു സഹോദരൻ നിന്നോട് വിളച്ചാൽ. വായിച്ചു നോക്കാം ബൈബിൾ എന്ന് പറയുന്നു. ദൈവവചനത്തിന്റെ നിയമം എന്താണ്? മത്തായി 18:15-17 വരെ. നിന്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ, നിന്റെ സഹോദരൻ നിന്നോട്, you are the wounded party, ഞാനാണ് മുറിവേറ്റ വ്യക്തി, നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ, നീയും അവനും മാത്രം, വേറൊരാളെ കൊണ്ടുപോകരുത്, നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക. വഴക്കുണ്ടാക്കാനല്ല, ബോധം വരുത്തുക. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ ദൈവത്തെ ആരാധിക്കും? ക്രിസ്തുവിന്റെ ഉപദേശം നിലനിൽക്കാതെ അതിൽ കടന്നു പോകുന്ന ഒരുത്തരും ദൈവമില്ല, പിതാവും പുത്രനുമില്ല. നമ്മുടെ പാടുന്നത് ആര് സ്വീകരിക്കും? നമ്മുടെ വാസന സൗരഭ്യമുള്ളതാണ്. പ്രൊസീജിയറോട് നമ്മൾ വായിക്കുന്നില്ല. കമ്മ്യൂണിറ്റി എൻഗേജിംഗ് ഗോസിപ്പ്. ഒരു സമൂഹം ഇപ്രകാരം പരദൂഷണവും മേഷണത്തിലാണ് കുടുങ്ങിയിരിക്കുന്നെങ്കിൽ ഗലാത്യലേഖനം 5:15 പറയുന്നത്, ഗലാത്യലേഖനത്തിന്റെ 15 പറയുന്നത് എന്ത് സംഭവിക്കും? സെൽഫ് ഡിസ്ട്രക്ഷൻ. സ്വയം എന്ത് ചെയ്തു പോകും? നശിച്ചു. ആരും പുറത്തുനിന്ന് നശിപ്പിക്കുന്നു. പുറത്തുനിന്ന് ഒരു ശക്തിയും വേണ്ട, ഒരു VHP വേണ്ട, ഒരു RSS വേണ്ട, ഒരു ശക്തിയും വേണ്ട. താനെ നശിച്ച് 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 നശിച്ചു. ഗലാത്യലേഖനം 5:15 നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളയുകയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഒഴുകിപ്പോകാൻ ഒരുവൻ വേറെ ഒടുക്കിക്കൊണ്ടേയിരിക്കും. Self destruction. This happened even in a workplace. ജോലി സ്ഥലത്ത് സംഭവിക്കാം. നമ്മുടെ ബോസിനെ കുറിച്ച്, കൂടെ ജോലി ചെയ്യുന്നവരെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചിന്തിച്ചു നോക്കാം, അവിടെയുള്ള അറ്റ്മോസ്ഫിയർ ചിന്തിച്ചു നോക്കാം. വർക്ക് എൻവയോൺമെന്റ് മോശമാണ്, ഡിസ്ട്രസിംഗ് ആണ്. ജോലി ചെയ്യുന്ന ഓരോരുത്തരും വളരെ മാനസിക സംഘർഷത്തിലാണ്. മൊത്തം അന്തരീക്ഷം മലിനമാണ്, ഇമോഷണലായിട്ട് ബാധിക്കും. നല്ലവരായിട്ടുള്ള ആരെങ്കിലും ആ സ്ഥാപനത്തിലുണ്ടെങ്കിൽ അവർ പോയി ശമ്പളക്കുറവുണ്ടല്ല, ഇമോഷണലായിട്ട് നടത്താം. കാരണം നല്ല മനുഷ്യരുടെ ചിന്ത എനിക്ക് നന്നായി ജോലി ചെയ്യണം,
ദൈവത്താണെ പറയും ദൈവം എന്നെ ഏൽപ്പിച്ച ജോലി തീർക്കണം. പക്ഷെ അന്തരീക്ഷം ശരിയാണ്, അറ്റ്മോസ്ഫിയർ നല്ലതല്ല. ഒരു വല്ലാത്ത കലുഷിതമായ സംഘർഷത്തിന്റെ അന്തരീക്ഷമാണ്. ഗുഡ് പീപ്പിൾ വിൽ നെവർ സ്റ്റേ ദേർ. നന്മയുള്ള ഒരു വ്യക്തിയും ആ അന്തരീക്ഷത്തിലേക്ക് but they want to focus to their spiritual. So fighting gossip, putting out rumor fires ഒന്നും നല്ല മനുഷ്യർക്ക് സമയം. അവരുടെ എനിക്കിത് ഈ തല്ലിക്കെടുത്ത് നടക്കാൻ സമയം. എന്നെ കുറിച്ച് പറയുന്നു, അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു. എനിക്കിതൊന്നും കേൾക്കാനോ ഇത് ന്യായീകരിക്കാനോ ഇത് അങ്ങനെയല്ലെന്ന് തെളിയിക്കാനൊന്നും എനിക്ക് സമയമില്ല. ജനങ്ങൾ നശിക്കുന്നു. People are perishing. False teaching is spreading. എനിക്ക് റൂമറുകളും അപവാദങ്ങളും തല്ലിക്കെടുത്തി അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് സ്ഥാപിക്കാനൊന്നും എനിക്ക് സമയം. So good people will never stay there. ഇത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ചേട്ടന്റെ മകളുടെ കല്യാണം നേരത്തെ നടന്നുള്ളതുകൊണ്ട് മറ്റേ മനുഷ്യൻ എന്ത് ചെയ്തു, ആ പെണ്ണിന്റെ തല മാത്രം വെട്ടിയെടുത്ത് നഗ്നത്തിന്റെ പുറത്ത് വെച്ച് ബുള്ളിങ് നടക്കുന്ന കോളേജുകളിൽ, അതായത് പലർക്കും റാഗിങ്, ഇവിടെയൊക്കെ നമ്മൾ കാണുന്നതാണ്. ടീനേജേഴ്സും പെട്ടെന്ന് ഈ തരത്തിൽ ഏഷ്യയിലും പരദൂഷണത്തിലുമൊക്കെ ജീവിതം തകർന്നു പോകുന്നു. ഇതിന്റെ നെഗറ്റീവ് കോൺസിക്വൻസ് പെട്ടെന്ന് പറഞ്ഞില്ല, റെമഡി കൂടെ പറയാം, നിങ്ങൾക്ക് ചിത്രം പൂർണ്ണമാകില്ല. പിന്നെ അനേകം ആൾക്കാർ ഇതിന് പാപമായിട്ട് പുച്ഛമായിട്ട് കാണുന്നില്ല. Many do not recognize the serious negative impact of gossip, backbiting, backstabbing, പറയുക, കുത്തുക. ഇതിന്റെയൊക്കെ അപകടത്തെ പലരും മനസ്സിലാക്കില്ല. അവിടെയാണ് പിശാചിന്റെ സന്തോഷം. ഒന്ന്, ഇത് അൺപ്രൊഡക്റ്റീവ് ആണ്, ടൈം വേസ്റ്റിംഗ് ആണ്. നമ്മൾ ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും പകുതി കേട്ട, പൂർണ്ണമായി അറിയാത്ത ഒരു സത്യം, അത് പൂർണ്ണമായി അറിയാവുന്നതാണെങ്കിൽ പോലും വേറൊരാളോട് പറയാൻ നമുക്ക് അവകാശമില്ല. നമുക്ക് അവകാശമുള്ളത് ആ തെറ്റ് സംഭവിച്ചവരോട് നേരിട്ട് പോയി പറയുക. So it is unproductive and time wasted. രണ്ട്, gossip erodes trust as a person's reputation is marred and character assassinated. നമ്മുടെ വ്യക്തിയെ കൊല ചെയ്യുകയാണ്, വ്യക്തിയുടെ സ്വഭാവത്തെ ഹനിക്കുകയാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മുടെ തെറ്റായ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ തന്നെ നമ്മൾ കൺക്ലൂഷൻ എടുത്തു കഴിയും. വിനോദ് സഭ അങ്ങനെയാണ്, ഞങ്ങൾ വിചാരിച്ച അങ്ങനെയല്ലോ, ഞങ്ങൾ വലിയ ക്ലാസ്സൊക്കെ എടുക്കാൻ വരുന്നതാണല്ലോ. ഒരു വ്യക്തിയെ കൊല ചെയ്യിച്ചു ആ കുടുംബം ഒരു കൺക്ലൂഷൻ എടുക്കും. നമ്മൾ പോയി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ വ്യക്തിയുടെ സ്വഭാവത്തെ കുറിച്ച് ഒരു കൺക്ലൂഷൻ എടുക്കും. ജഡ്ജ് എ പേഴ്സൺ ഇൻകറക്റ്റ്ലി. തെറ്റായി കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനി ആ വ്യക്തിയെ നോക്കും. ആ വ്യക്തിയുള്ള വിശ്വാസം, ട്രസ്റ്റ് നശിക്കും. ഈ വ്യക്തി വാസ്തവത്തിൽ ആരാണെന്ന് അറിയാൻ ഒരു ശ്രമം പോലും നടത്തും. സിംപ്ലി ബിക്കോസ് the wrong information. സദൃശ്യവാക്യം 11:13. എനിക്ക് ഈ പഠനത്തിൽ വളരെ ശ്രദ്ധേയമായി തോന്നിയ ഒരു വാക്യമാണ് സദൃശ്യവാക്യം 11:13. ഏഷണിക്കാരനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു, വിശ്വസ്ത മാനസനോ ഇംഗ്ലീഷ് കാര്യം മറച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ ഒളിച്ചു വെക്കുക എന്നല്ല, രഹസ്യം സൂക്ഷിക്കും. Who is of a faithful spirit conceals a matter. ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ വിനോദ സഹോദരന്റെ സുഹൃത്താണെന്ന് വിചാരിക്കും. I am a faithful friend of Mr. Vinod. ഞാൻ വിനോദ സഹോദരന്റെ നല്ല വിശ്വസ്തനായ സുഹൃത്താണ്. സുഹൃത്താണെങ്കിൽ വിനോദന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു, ഒരു പിഴവ് സംഭവിച്ചു, ഒരു കുറവ് സംഭവിച്ചു. ഞാനത് മനസ്സിലാക്കി, എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചു. ഞാൻ വിനോദിനോട് വിശ്വസ്തനായ ഒരു സുഹൃത്താണെങ്കിൽ ഞാൻ അറിഞ്ഞ സത്യം പറയാമോ? ബാക്കി ഒരാളോട് പോലും പറയും. ഞാൻ അറിഞ്ഞ സത്യം ഒരാളോട് പോലും പറയും. I will stand with him, seek to stand by his side
and never reveal his failure to demean or to destroy. ആ വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുവാനോ അപമാനിക്കുവാനോ ആ വ്യക്തിയിലുള്ള വിശ്വാസം ബന്ധത്തെ നഷ്ടപ്പെടുത്തുവാനോ ഇടവരുത്തുന്ന തരത്തിൽ ആ കുറവ്, ആ രഹസ്യം ഞാൻ മറച്ചു. അതേസമയത്ത് വ്യക്തിയെ ഞാൻ ബോധ്യപ്പെടുത്തും ആ വിപരീത രക്ഷപ്പെടേണ്ടത്. കാരണം ഞാൻ ഒരു ഫെയ്ത്ത്ഫുൾ ഫ്രണ്ടാണ്. ഒന്നുകൂടെ പറയാം, ഐ എം എ ഫെയ്ത്ത്ഫുൾ ഫ്രണ്ട് ടു മിസ്റ്റർ ദേവാസ്. സോ സംടൈംസ് ഷോക്കായി പോകാറുണ്ട്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ട് പോലും ഇല്ലാത്തവരാണ് നിങ്ങളുടെ അടുക്കൽ. നിങ്ങൾ പറയും ഞാൻ മിസ്റ്റർ സോയൻ. ഞാൻ കേട്ടിട്ടുണ്ട്. അവരെ കേട്ടിട്ടുണ്ടെന്ന് പറയുന്നത് എന്തായിരിക്കും അറിയാമോ? നിങ്ങളെ കുറിച്ചുള്ള നെഗറ്റീവ്സ് ആയിരിക്കും. നിങ്ങളെ കുറിച്ചുള്ള നെഗറ്റീവ് കാര്യങ്ങളൊക്കെ അവർ പണ്ട് ആരെന്നൊക്കെയോ കേട്ടിട്ടുണ്ട്. ഒരിക്കലും നന്നാക്കാൻ ശ്രമിച്ചിട്ട് കാര്യം വിട്ടേക്കണം. കാരണം gossip runs faster than you get there. നിങ്ങളുടെ സ്ഥലത്ത് എത്തുന്നതിന് മുമ്പേ നിങ്ങളെ കുറിച്ചുള്ള ഏഷ്യയും അവിടെ ആയിരിക്കണം. You don't need to face. അതൊന്നും അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കാതിരിക്കും നല്ലത്. ദൈവഹിതം എന്താണോ അത് നടക്കും. 3-4 മാസം അവർ നിങ്ങളെ കണ്ടാൽ നിങ്ങളുമായി ഇടപഴകി കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും, ബോധമുള്ളവർക്ക് മനസ്സിലാകും നമ്മളോട് പറഞ്ഞതൊക്കെ. 3 gossip affect emotional. സദൃശവാക്യം 25:18. റോങ് ഇൻഫർമേഷൻ യേശുവിലൂടെ പരദൂഷണത്തിലൂടെ പകരുന്നതായ ഈ തെറ്റായിട്ടുള്ള അറിവുകള് കാട്ടുതീ പോലെയാണ്. ഒരു വ്യക്തിയുടെ ഇമോഷൻസിനെ ബാധിക്കും. വ്യക്തിക്ക് ഡിപ്രഷൻ ഉണ്ടാകും, ആൻസൈറ്റി ഉണ്ടാകും. ആ വ്യക്തിക്ക് പെർഫോമൻസ് ലെവൽ താഴെ പോകും. പെർഫോമൻസ് സാധിക്കില്ല, മനോധൈര്യം നഷ്ടപ്പെടും, കോൺഫിഡൻസ് ലെവൽ താഴെ. കാരണം എല്ലാവരും ഇതിനെ കുറിച്ച് ഇങ്ങനെ പറയും. സദൃശവാക്യം 25:18 ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ പറയുന്നത് telling lies about others is harmful as hitting them with an axe, wounding them with a sword or shooting them with a sharp arrow. മലയാളത്തിൽ ചുരുക്കമായിട്ടാണ് പറയുന്നത്. വായിച്ചു കേൾക്കാം. 25:18 വാക്യം. കൂട്ടുകാരന് വിരോധമായി കള്ളസാക്ഷ്യം പറയുന്നവൻ മുട്ടികയും വാളും മുട്ടിക വാള് കൂർത്തം എന്ന് പറഞ്ഞാൽ ഇഷ്ടിക, ആക്സ്, വലിയ കോടാലി കൊണ്ട് തലക്കടിക്കുന്നത് പോലെ, വാള് കൊണ്ട് കുത്തുന്നത് പോലെ, അമ്പ് കൊണ്ട് മുറിവേൽപ്പിക്കുന്നത് പോലെ. 4ാമത് gossip destroys relationship. ഏഷണിയും പരദോഷം ഭാര്യ-ഭർത്തൃ ബന്ധത്തെ മാത്രമല്ല, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ മാത്രമല്ല, സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധത്തെ മാത്രമല്ല, ബന്ധങ്ങളെ എല്ലാം പാർവാറാണ്. ഇടയ്ക്കൊരാൾ വിത്തിട്ടാണ്. When people believe the lie, ആ വ്യാജം കള്ളം. കാരണം കള്ളം പെട്ടെന്ന് വിശ്വസിക്കും. മനുഷ്യന്റെ നേച്ചർ സത്യം പെട്ടെന്ന് വിശ്വസിക്കുന്ന നേച്ചർ അല്ല. കള്ളം പക്ഷെ സ്പോഞ്ചിൽ വെള്ളം പോലെ പിടിക്കും. അത് ആ കള്ളം വിശ്വസിച്ച് കഴിയുമ്പോ, ഇപ്പൊ ഞാനും ഗോഡൻ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ചെയ്തു. ഗോഡൻ എന്നെ കുറിച്ച് മോശമായി തെറ്റായി ഒരു കാര്യം പറഞ്ഞത് കള്ളമായി. ഗോഡൻ വിശ്വസിച്ചു. ഗോഡൻ ഹൃദയത്തിൽ മുറിവേറ്റു. ഫീലിംഗ്സ് ഓഫ് ആംഗറും ഇൽവില്ലും സെറ്റ് ടുവേഴ്സ് മീ. എനിക്കത് ദേഷ്യമുണ്ടാകും, പകയുണ്ടാകും. പതുക്കെ ഞങ്ങളുടെ ബന്ധമാക്കി റിലേഷൻഷിപ്പ് ഡിസ്ട്രോയ് ആകും. സദൃശവാക്യം 16:28. സദൃശവാക്യം 16:28. വക്രതയുള്ള മനുഷ്യൻ വഴക്കുണ്ടാക്കുന്നു. യേശുക്കാരൻ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു. യേശു പറയുമ്പോൾ സുഹൃത്തുക്കൾ ഭേദിപ്പിക്കപ്പെടും. സദൃശവാക്യം 25:23. യേശു വാക്ക് ഏത് ഭാവം ജ്വലിപ്പിക്കും? സദൃശവാക്യം 25:23. പള്ളിക്കാറ്റ് മഴ കൊണ്ടുവരുന്നു, യേശുക്കാറ്റിൽ കോപഭാവത്തെ ജ്വലിപ്പിക്കും. കോപം സത്യം കേട്ടാലും ഉണ്ടാകില്ല. യേശുവിന് കോപം ഉണ്ടാകും. 26:20 സദൃശവാക്യം. നുണയനില്ലാഞ്ഞാൽ എന്തുമില്ലാതാകും? വഴക്കും ഇല്ലാതാകും. Small seeds of gossip can result in separating the best of friends. Gossip fuels wrong emotions. Last, God's serious stand against gossip, how to handle it. ദൈവത്തിനെതിരെയുള്ള സ്റ്റാൻഡ് എന്താണ്? പരദൂഷണത്തിന് ഏഷ്ടിക്കെതിരെയുള്ള ദൈവത്തിന്റെ സ്റ്റാൻഡ് എന്താണ്? പുറപ്പാട് പുസ്തകം 20:14 വ്യക്തമാണ്. സീരിയസ് റിബ്യൂക്ക് ഗോഡ് മേഡ് ഇൻ ദ സ്ക്രിപ്ചർ. പുറപ്പാട് 20:14 കൂട്ടുകാരന്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത്. That means you will not speak lie, misrepresent or spread false information about your neighbor.
നിന്റെ സ്നേഹിതൻ, നിന്റെ കൂട്ടുകാരൻ, ആത്മീയ സഹോദരൻ ഒരു കള്ളം സത്യമാണെങ്കിൽ പോലും പറയും. കള്ളം ഒട്ടും പറയാതിരിക്കുക. സങ്കീർത്തനം 50:19-21 വരെ ഇവിടെ നമ്മുടെ ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ നമ്മുടെ പലരുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ദൈവം പറഞ്ഞ പോലെ വിള്ളലുകൾ എവിടെയെങ്കിലും നമ്മുടെ സ്തുതി വരേണ്ട, ആരാധന വരേണ്ട, നമസ്കാരം വരേണ്ട, പ്രാർത്ഥന വരേണ്ട ഹൃദയം ഒഴിക്കപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും സഹോദരൻ നിന്റെ നേരെ വിരൽ ചൂണ്ടി നിൽക്കുന്നുണ്ടോ? എന്നാൽ എന്നോട് ഇങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന മനോഭാവത്തെ ഏതെങ്കിലും സഹോദരി നിന്റെ നേരെ, എന്റെ നേരെ വിരൽ ചൂണ്ടുന്നുണ്ടോ? പരിഹരിക്കപ്പെടാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളിലോടാണോ ഇപ്പോഴും നിൽക്കുന്നത്? ദൈവം പറയുന്നു നിന്റെ വഴിപാടോടെ വ്യക്തി. സങ്കീർത്തനം 50:19-21 വരെ നിന്റെ വായ് നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നിന്റെ വായ് നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നിന്റെ നാവ് വഞ്ചന നിന്റെ നാവ് വഞ്ചന പിണയ്ക്കുന്നു. നീ ശ്രദ്ധിക്കുക, നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു. നിന്റെ അമ്മയുടെ മകനെ കുറിച്ച് അപവാദം പറയും. അപ്പോ ജനജീവികമായിട്ടും ആത്മീകമായിട്ടും നിന്റെ ചിന്ത എന്താണ്? ഇതൊക്കെ ചെയ്യുമ്പോൾ നീ ഒന്നും അറിയുന്നില്ല. 21 ഇവ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കുക, ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. God rebuke his people for indulging in slander and wants that he will step into, bring correction and set things over. ദൈവം ഞാൻ മിണ്ടാതിരിക്കുക. ഞാൻ എന്റെ രക്തം കൊടുത്ത് സമ്പാദിച്ചു, ഞാൻ വിലയ്ക്ക് വാങ്ങി എന്റെ ഒരു പൈതലിൽ നീ സംസാരത്തിലൂടെ അപമാനിക്കുമ്പോൾ നീ വിചാരിച്ച് വെറുതെ ഇരിക്കുമെന്ന്. നോ, ഞാൻ ഇതിലേക്ക് ഇറങ്ങി. പറഞ്ഞാൽ ദൈവത്തിന്റെ രക്തം സമ്പാദിച്ചവരെ കൈ സൂക്ഷിക്കുന്നതാണ്. Being a false witness, കള്ളമായിട്ടുള്ളതിന് സാക്ഷ്യം പറയുന്നു. Speaking lies about others, വിശ്വാസികൾ തമ്മിൽ അകലങ്ങളെ. സദൃശ്യവാക്യം 6-ാം അധ്യായം 16-19 വരെ. സദൃശ്യവാക്യം 6-ാം അധ്യായം 16-19 വരെ ദൈവം പറയുന്ന 6 കാര്യം യഹോവയ്ക്ക് വെറുപ്പ്, 7 കാര്യം അവന് അറപ്പാണ്. ഏതൊക്കെയാണ്? ഗർവമുള്ള കണ്ണ്, വ്യാജമുള്ള നാവ്, കുറ്റമില്ലാതെ രക്തം ചെയ്യുന്ന കൈ, ദുരുപയോഗം നിരൂപിക്കുന്ന ഹൃദയം, ദോഷത്തിന് വെട്ടപ്പെട്ട് ഓടുന്ന കാലം, ദോഷികളുടെ കള്ളസാക്ഷിയും, സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവരുണ്ട്. ഇവർക്ക് എനിക്കൊട്ടും ഇഷ്ടമില്ലെന്ന് മാത്രമല്ല അറപ്പും വെറുപ്പും വെറുക്കുന്നു. സദൃശവാക്യം 10-18 വിദ്വേഷം മറച്ചു വെച്ച് സംസാരിക്കുന്നവൻ കള്ളം പറയും. ഞാൻ വിരോധിക്കാൻ വളരെ സുഖമാണ്, എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ എനിക്ക് ആ സഹോദരിയുടെ പകയുണ്ട്, ആ സഹോദരിയോട് പകയുണ്ട്. കുടുംബത്തിനകത്ത് ഭർത്താവിനോട്, ഭാര്യയോട് വിദ്വേഷം പകയുണ്ട്. ഒരു ഗസ്റ്റ് വരുമ്പോ, ഒരു അതിഥി കയറി വരുമ്പോ എന്ത് രസമാണ്. ഈ കള്ളം പറയും. ഒരുപാട് കള്ളന്മാർക്കുള്ള ഓഹരി തീ കത്തുന്ന പോയില്ല. നമ്മുടെ ഹൃദയം നമ്മളൊന്ന് അറിയണം. റോമലേഖനം 1-ാം അധ്യായം 21-32 വരെ. റോമലേഖനം 1-ാം അധ്യായം 21-32 വരെ കുരുള പറയുകയും യേശു പറയുകയും ചെയ്യുന്നത് ഏത് ലിസ്റ്റിൽ ചേർത്തിരിക്കുന്നു? വളരെ ദുർമാർഗവും അതിക്രമങ്ങളും കൊലപാതകങ്ങളും എല്ലാം നടക്കുന്ന ഒരു വലിയ ലിസ്റ്റിന്റെ ഇടയ്ക്കാണ് യേശുവിനെയും കുരുളക്കാരെയും ചേർത്തിരിക്കുന്നത്. എന്ന് തന്നെ 32-ാം വാക്യം പറയും, ഈ വക പ്രവർത്തിക്കുന്നവർ എന്തിന് യോഗ്യരാണ്? മരണയോഗ്യരാണ്. നമ്മുടെ ഈ അവസ്ഥയിൽ വന്നാൽ നമ്മുടെ ചുറ്റുവരുന്ന ആൾക്കാർ ആരെ കുറിച്ചൊക്കെ യേശു പറയും, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ആരെ യേശു പറഞ്ഞു, നിങ്ങളെ വേദനിപ്പിക്കുന്നതിൽ യേശു പറഞ്ഞു എന്തു ചെയ്യണം? 1, റൈസ് അബവ് ഗോസ്പൽ. നിങ്ങൾ സന്തോഷത്തിന് മുകളിൽ നിൽക്കണം. റൈസ് അബവ്. നിങ്ങളുടെ ചുറ്റും കേട്ടുകൊണ്ടിരിക്കും. അത് നിങ്ങൾ ചെയ്യുന്നു, ഞാൻ ചെയ്യേണ്ടത് ഒരു തീരുമാനമെടുക്കണം. ഇന്ന് കർത്തവ്യത്തിലേക്ക് കൈനീട്ടുന്നു. ഒരു തീരുമാനമെടുക്കണം. നമ്മൾ ഡിസിപ്ലിൻ എടുക്കുന്നവരാണ്, ഡിസൈപ്പിൾസ് ആണ്, ശിക്ഷണങ്ങൾ നേരിടുന്നവരാണ്. ഒരു തീരുമാനമെടുക്കണം. ഈ തരം താഴ്ന്ന സംഭാഷണ രീതിയിലേക്ക് ഞാൻ ഇനി ഇറങ്ങിപ്പോകുന്നു. I will never descend to such a low level of communication and activity. ഇത് ലോ ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതം നമ്മൾ 37-ാം അധ്യായം പഠിച്ചു കഴിഞ്ഞ ദിവസത്തിന്റെ വീട്ടിൽ.
താഴെയും അസ്ഥികൾ കിടക്കുന്നു. ജീവനില്ലാത്ത സ്ഥലം, ഇരുണ്ട സ്ഥലം. ഇവിടെ വനിത സംഘത്തിൽ തുടങ്ങുന്നത് എങ്ങനെയാണ്? അവന്റെ വിശുദ്ധ പർവ്വതം, ഹൈറ്റാണ്, സ്പിരിച്വൽ ഹൈറ്റാണ്. പക്ഷെ ഏഷണിയും ദൂഷണവും താഴെയാണ്. തീരുമാനമെടുക്കണം. ഞാൻ ഒരിക്കലും ഈ തരം താഴ്ന്ന സംവാദത്തിൽ നടത്തുകയോ കൂട്ടു നിൽക്കുകയോ ചെയ്യും. സങ്കീർത്തനം 34:13, സങ്കീർത്തനം 34:13, 39:1, 139:4. വായിക്കാം. ദോഷവിട്ടെന്ന് ഗുണം ചെയ്യുക, ദോഷവിട്ടെന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. ഏത് വാക്യം വായിച്ചത്? 4:13, 39:1, 139:4. ഏതെങ്കിലും ഒരു വാക്യം മാത്രം പെട്ടെന്ന് വായിക്കും. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്ന്. ഞാൻ നാവ് കൊണ്ട് ഈ കത്തദേശം എടുക്കാൻ പോവുകയാണ്. ഈ അപ്പകഷ്ണം എടുത്തിന്റെ നാവിൽ വെച്ച് ക്രിസ്തുവിന്റെ ശരീരം വിഭാഗിക്കപ്പെട്ടത് നോക്കുകയാണ്. അവരുടെ രക്തത്തിന്റെ പ്രതീകമായി മുദ്രിച്ചത് കുടിക്കാൻ പോവുകയാണ്. പിന്നെ രാവിലെ 9:45 വരെ ഞാൻ ഈ നാവ് എങ്ങനെ ഉപയോഗിച്ചത്? So don't say anything behind anywhere. മുമ്പിൽ വന്നാൽ പറയാൻ പറ്റാത്ത കാര്യം ആ വ്യക്തി ഇല്ലാത്ത സമയത്ത് പറയരുത്. എന്തെങ്കിലും പറയാണെങ്കിൽ മുമ്പിൽ നിന്ന് പറയാം. മുമ്പിൽ നിന്ന് പറയാൻ പറ്റാത്ത കാര്യം പുറകിൽ നിന്ന് പറയരുത്. ആ ഒറ്റ നീ വിളിക്കാം, പിന്നെ അത് മിണ്ടില്ല. എന്തെങ്കിലും പറയണെങ്കിൽ മുമ്പിൽ നോക്കി നോക്കി സഹോദരി സഹോദരൻ എനിക്ക് തോന്നുന്നു ഇത് മറ്റേ രീതിയിൽ കുറച്ചുവിടുന്നുണ്ട്. പോയി കഴിഞ്ഞിട്ട് പറയാം. So keep your heart clean and free from offense, ill feeling, യോജിക്കാത്ത വികൃതമായ എല്ലാ വികാരങ്ങളും വിട്ടു നിൽക്കുക. പർപ്പസ് ടു ഓൾവേസ് വാക്ക് ഇല്ല. ഒന്ന് പത്രോസിൽ പറയും, നിർവ്യാജമായ സഹോദര പ്രീതിക്കായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത്, നിർമ്മലീകരിച്ചിരിക്കുന്നവൻ എന്ത് ചെയ്യണം? ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റ് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കൽ. If you walk in love, if you love one another, if I love one another, I never speak gossip. സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും പരദൂഷണം പറയില്ല. മത്തായി 15:19 എഴുതിയിടുക, റോമർ 13:8-9 എഴുതിയിടുക. മത്തായി 15:19, റോമർ 13:8-9. 2 കൺഫ്രണ്ട് ലവിംഗ്ലി ഈസ് പോസിബിൾ. ഇപ്പൊ വിനോദിനെ കുറിച്ച് മോശമായി പറഞ്ഞു ഗോഡഫ്രണ്ടിനോട് പറയുമ്പോൾ ഞാൻ നേരെ ബൈക്ക് എടുത്ത് വിനോദിനെ വീട്ടിൽ ചേർന്നു. അല്ലെങ്കിൽ ഫോൺ ചെയ്ത് വിനോദ് ഇതിനെ എനിക്ക് ഇവരോട് സംസാരിക്കും. പോസിബിൾ ആണ്. ചില കേസ് നമുക്ക് ബന്ധപ്പെടാൻ പറ്റാത്തവരുണ്ടാകും. പോസിബിൾ ആണെങ്കിൽ നേരെ ചെയ്യുക. വീട്ടിൽ ഭാര്യയോട് അറിയിക്കേണ്ട മാറ്റി നിർത്തുക. വെറുതെ എനിക്കൊരു പ്രയാസം, വെറുതെ ഇതിന്റെ വാസ്തവം. അഡ്രസ് ദ മാറ്റർ വിത്ത് ദ പേഴ്സൺ. ഈ റൂമർ ഉത്ഭവിച്ച വ്യക്തിയുടെ അടുത്ത് ചെയ്യും. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കാണാം ആ വ്യക്തി അതൊന്നും കേട്ട അറിഞ്ഞു കൺമുമ്പിൽ വരുമ്പോ പറയാൻ പറ്റില്ല. തേർഡ്, ലെറ്റ് ഇറ്റ് ഡൈ ഔട്ട്. മൂന്നാമത് ചെയ്യേണ്ടത് ഡോണ്ട് ഫ്യൂവൽ ഗോസിപ്പ്. ഒരു ഏഷണിയോ പരദൂഷണോ കേട്ടാൽ ഉടൻ തന്നെ ദേഷ്യപ്പെടുകയോ ഉടൻ തന്നെ വെള്ളം ഉണ്ടാക്കുകയോ എല്ലാവരും വെച്ച് അറിയിക്കുകയോ ചെയ്ത് എണ്ണ കോരി ഒഴിക്കുന്നില്ല. കേട്ടില്ല എന്ന് വിചാരിക്കും. Allow it to die out. The less said, the better. കേട്ട പ്രദൂഷണം, കേട്ട അപവാദം ആവർത്തിക്കാതിരിക്കുന്നത്, വേറെ ആരോട് പറയാതിരിക്കുന്നത് വളരെ നല്ലത്. കാരണം അനേകം ആൾക്കാർ പങ്കെടുക്കുമ്പോഴാണ് ഈ സ്റ്റോറി വലുതാകുന്നത്. നമ്മളൊന്നും ഉണ്ടാക്കില്ല. വേറെ ഇങ്ങനെ ചെയ്യാം. വേറൊന്നാണ് ചില ഉദാഹരണങ്ങളാണ് ഇവിടെ പേര് ഉപയോഗിക്കുന്നത്. ഗോഡബോധത്തെ കുറിച്ച് വിനോദ് മാത്യുവിനോട് സംസാരിച്ച് തീരുമ്പോൾ തന്നെ ഞാൻ വിനോദ് മാത്യുവോട് പറഞ്ഞു, some good things and positive things about it. ഗോഡബോധത്തെ കുറിച്ച് വളരെ നല്ല കുറെ കാര്യങ്ങൾ ഞാൻ പ്രൊട്ടക്ഷൻ മെത്തേഡാണ്. വിനോദ് എന്നോട് ഗോഡബോധത്തെ കുറിച്ച് മോശമായി പലത് പറഞ്ഞപ്പോ ഞാൻ ഗോഡബോധനോടുള്ള എന്റെ മനോഭാവം തെറ്റിപ്പോകാതിരിക്കാൻ ഞാൻ ഉടൻ തന്നെ ഗോഡബോധത്തെ കുറിച്ച് ഈ കഴിഞ്ഞ 10-28 വർഷത്തെ അനുഭവത്തിൽ നിന്ന് ഗോഡബോധത്തെ കുറിച്ച് പോസിറ്റീവായ ഒരു 6-7 കാര്യം ഞാൻ വിനോദിച്ചു. അച്ചാക്കടയേക്ക്
So get people to see the better side of things. ചിലർക്ക് കാണാൻ പറ്റാത്ത നല്ല വശമുണ്ട്, അത് കാണാൻ സഹായിക്കും. അവസാനം pray, forgive and release. നിങ്ങളെ കുറിച്ച് ആരെങ്കിലും അപമാനമോ ഏഷണിയോ ദൂഷണമോ പരദൂഷണമോ എന്തു തന്നെ പറഞ്ഞോട്ടെ, പറയും പറയാതിരിക്കുക. ആദ്യം ചെയ്യേണ്ട ദൈവവൈതലെ പ്രാർത്ഥിക്കുക. The Lord will come to your defense. കാരണം ദൈവമാണ് നിനക്ക് വേണ്ടി ചെയ്യുന്നത്. സങ്കീർത്തനം 31:13 മുതൽ 16 വരെ. തീർച്ചയായും വേദനയുണ്ടാക്കും, വളരെ വളരെ പ്രയാസം ഉണ്ടാക്കും. ആരെങ്കിലും നമ്മളെ കുറിച്ച് മോശമായി പറയുന്നത് കേൾക്കുമ്പോൾ, പക്ഷെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയാണെങ്കിലും നമ്മൾ ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. ഇത് കർത്താവിന് കിട്ടേണ്ടതാണ് എനിക്ക് കിട്ടിയത്. പരദൂഷണ ഭീഷണി കേൾക്കുമ്പോൾ വായിക്കുക സങ്കീർത്തനം 31:13 മുതൽ 16 വരെ. ചുറ്റും വീതിയെന്ന ആപസ്സുണ്ട് ഞാൻ പലരുടെയും വായിൽ നിന്ന് കേട്ടിരിക്കുന്നു. അവർ എനിക്ക് വിരോധമായി കൂടി ആലോചന ചെയ്തു. എന്റെ ജീവൻ എടുത്തു കളയാൻ നിരൂപിച്ചു. എന്നെ കൊന്നുകളയാൻ വരെ തീരുമാനിച്ചു. എങ്കിലും യഹോവേ ഞാൻ നിന്നിൽ ആശ്രയിച്ചു. നീ എന്റെ ദൈവമെന്ന് ഞാൻ പറഞ്ഞു. എന്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു. അല്ലാതെ ഈ പരദൂഷണം പറയുന്നവരുടെ ഏഷ്ണി പറയുന്നവരുടെ കയ്യിലല്ല എന്റെ മുഖം. അണ്ടർലൈൻ പറയട്ടെ, അവരെ ശത്രുക്കളെ തീക്കനവും കുന്നിക്ക് പ്രാർത്ഥിക്ക്, അവരെ നല്ലത് പറ എന്നിട്ട് വിശ്വസിക്ക്. എന്റെ കാലഗതികൾ നിന്റെ കയ്യിലേക്ക്. എന്റെ കൈവെള്ളയുടെ വരയിൽ പോലുമല്ല. എന്നെ വിളിച്ച ദൈവം എന്റെ അവസാനം വരെ ദൈവം നിന്റെ പദ്ധതിയാണ്. എന്റെ കാലങ്ങൾ നിന്റെ കയ്യിലിരിക്കുന്നു. എന്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്ന കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. അടിയന്റെ മേൽ തിരുമുഖം പ്രകാശിപ്പിക്കണമേ. നിന്റെ ദയയാൽ എന്നെ രക്ഷിക്കുന്നു. ഇതാണ് തന്നെ ചെയ്യുന്നത്. ഇതാണ് ദാവീദ് ചെയ്യുന്നത്. മാത്രമല്ല, റിലീസ് യുവർ പെയിൻ ആൻഡ് ഫീലിംഗ്സ് ഓഫ് ഹാർട്ട് ടു ഗോഡ് ഇൻ പ്രയർ. ഹന്നയുടെ വേദന മുഴുവൻ ഹൃദയത്തിലെ അവരെ കുറ്റപ്പെടുത്തി അപവാദം പറഞ്ഞ സകല വേദനകൾ ദൈവസന്നിധിയിൽ പറഞ്ഞു. റിലീസ് യുവർ ഫീലിംഗ്സ്. ആ ഹൃദയം നെഞ്ചിൽ കട്ട് ചെയ്യുന്ന പോട്ടെ. മാത്രമല്ല, റിലീസ് ഫോർഗീവ്നെസ് ടുവേർഡ്സ് ദോസ് ഹു സ്ലാൻഡർ യു. നിന്നെ അപമാനിച്ച വ്യക്തിയോടുള്ള ക്ഷമ നിന്റെ ഹൃദയത്തിൽ പോട്ടെ. എന്നാൽ നീ അടുത്ത ദിവസം അവളെ കാണുമ്പോ ഹൃദയം തോന്നുന്ന അങ്ങോട്ട് പോയി ശേഖരം കാര്യത്തിൽ നാണത്തിൽ എത്രയും പറഞ്ഞിട്ടോ വ്യക്തി എത്ര കൂളായിട്ട് എനിക്ക് ഓരോന്ന് കെട്ടിപ്പിടിച്ചു. അറിയിക്കും ആ വ്യക്തിയുടെ മനസ്സാണ്. റിലീസ് ഫോർഗീവ്നെസ്. ചൂസ് ടു ലവ്. അവസാനമായി ലൂക്കോസ് 6:27. ലൂക്കോസ് 6:27. ലൂക്കോസ് 6:27 വാക്യങ്ങളിൽ പറയുന്നത്, കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, പകയ്ക്കുന്നവർക്ക് വേണ്ടി ഗുണം ചെയ്യുവീൻ, ശ്രമിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ. Let's make the body of Christ. Let's make this congregation gossip free song. വഴിയിലൊക്കെ ബോർഡ് കാണും. സ്മോക്ക് ഫ്രീ സോങ്, പൊല്യൂഷൻ ഫ്രീ സോങ്, നോയ്സ് ഫ്രീ സോങ്, ശബ്ദ നിയന്ത്രണ സ്ഥലം, പുകവലി വിമുക്ത സ്ഥലം. ഇന്ന് കത്തറേസിൽ പോകുന്നതിനും നമുക്ക് കൂട്ടത്തോടെ ഒരു തീരുമാനം. ഞാൻ ഒരിക്കൽ എന്റെ കർത്താവിന്റെ രക്തം കൊടുത്ത് സമ്പാദിച്ചു ഒരു സഹോദരനെ കുറിച്ചോ സഹോദരിയെ കുറിച്ചോ, സത്യമാണെങ്കിൽ പോലും അർത്ഥസത്യമായിക്കൊള്ളട്ടെ, തെറ്റായ ആളുകളാകട്ടെ, ഞാൻ വേർപാട് പോയത് പറ്റുമെങ്കിൽ കൂടെ പറയുക. ആ പ്രശ്നം, ആ വ്യക്തിയുടെ പ്രയാസത്തെ പരിഹരിക്കാൻ ഞാൻ ആ വ്യക്തിയുടെ കൂടെ നിന്നു. വ്യക്തികളുടെ 242